ഹലോ ഗൈസ്, അപ്പോൾ പെരുന്നാൾ തലേന്ന് നമ്മൾ യൂട്യൂബിൻ്റെ വലിയൊരു വ്ളോഗ് നമ്മൾ ആരംഭിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് വ്ളോഗ് തുടങ്ങിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അശ്മീലൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അശ്മീലിൻ്റെ ഒക്കെ അനുഗ്രഹത്തോടു കൂടി തന്നെ ഞാൻ യൂട്യൂബ് വ്ളോഗ് ആരംഭിക്കുകയാണ്. പെരുന്നാൾ തലേന്നുള്ള വ്ളോഗ് നമ്മൾ ആരംഭിക്കുകയാണ്. ഇനി മുതൽ ഇങ്ങനത്തെ ഒരു വൈബ് വ്ളോഗ് ഉണ്ടാവും. അശ്മീലെ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഓക്കെ, ഈ വ്ളോഗ് എന്നോ തുടങ്ങേണ്ടി ആണല്ലേ? ഈ വൈകിപ്പോയി. ഓക്കെ, പിന്നെ വേറെന്താ ഇന്ന്? അതെ, നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒപ്പം അശ്മിലൊക്കെ ഇറച്ചി നിന്ന് കേൾക്കും. കട്ട് ചെയ്യാനോ? കട്ടിട്ടൊന്നുമില്ല. ഓക്കെ, ഈ പക്ഷേ ഇങ്ങനെ കൂട്ടത്തിൽ ചെങ്ങായിമാർ ഇങ്ങനെ ട്രോളും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെങ്ങായി ഉണ്ടാവും കണ്ടില്ലേ, കുട്ടീനെ സംസാരിച്ച് ഉള്ളി കുത്തിരിക്കുക. അശ്വിൽ, അനീസ് ഇങ്ങോട്ട് വരൂ, വ്ളോഗിൽ പങ്കെടുക്കൂ. അനീസ് ഓക്കെ, മാറിപ്പോയി. സ്ക്രിപ്റ്റഡ് അല്ലല്ലോ, എനിക്ക് സ്ക്രിപ്റ്റഡ് ചെയ്തിട്ടുള്ള ശീലമേ ഉള്ളൂ. ക്യാമറമാൻ ഇങ്ങോട്ട് വരൂ. തിരിച്ച് ക്യാമറമാൻ രണ്ട് വാക്ക്. അശ്മിലെ ആണ് എല്ലാ കൂട്ടത്തിലും തേടിപ്പോവാണ്. പെരുന്നാൾ വൈബായിട്ട് പെരുന്നാൾ വ്ളോഗിന്റെ ഒരു അനുഗ്രഹം എന്ന നിൽക്ക് എന്ത് രണ്ട് വാക്ക് ആണല്ലേ? ചെറിയോളോട് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞോ? ചെറിയോള് ഒരു ഇതിനു വേണ്ടി പറഞ്ഞാണ്. എന്തെങ്കിലും രണ്ട് വാക്ക്. യൂട്യൂബ് വ്ളോഗാണ്. എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്ക്. ബാക്കിയുള്ളവരൊക്കെ വരി രണ്ട് വാക്ക് പെരുന്നാൾ തന്നെ രണ്ട് വാക്ക് എന്തെങ്കിലുമൊക്കെ പറയേ അല്ലേ? അങ്ങനെയൊക്കെ പെരുന്നാൾ ആശംസകൾ. ഇത് പറയൂ, പറയണോ സംശയം. ഓക്കെ, താങ്ക് യു. കണ്ടിട്ട് കൊറായാലോ. ഇത് പറഞ്ഞു എനിക്കടിച്ച ശേഷം ഷെയ്ൻബാബിനെ കണ്ടില്ല. എവിടെയായിരുന്നു താങ്കൾ? ഞാൻ കുറച്ച് വിഷമത്തിലും സങ്കടത്തിലൊക്കെ. എന്തെറ്റി? ഒന്നുമില്ല, കുറച്ച് പ്രശ്നങ്ങൾ. എന്താണ് പ്രശ്നം? തേച്ചോ? പറഞ്ഞു കിട്ടിയില്ല. പറഞ്ഞ കിട്ടാന്നില്ല. പിന്നെ കുറച്ച് ഫാമിലി അല്ലാണ്ട് കുറച്ച് ഇഷ്യൂസ് അത് വ്യക്തമാക്കി. ഓക്കെ, പിന്നെ നമ്മള് 10K അടിച്ചതിൽ രണ്ട് വാക്ക് ആശംസ. മിന്നാജ് പറഞ്ഞാൽ മിന്നാജ് കുറെ കാലങ്ങളായിട്ട് എന്താ പറയാ ദീന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. അതിന്റെ ഒരു എന്താ പറയാ ഫലം കണ്ട് തന്നെ അങ്ങ് പറയാൻ യൂട്യൂബ് വ്ളോഗ് ശക്തമാക്കണം. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ മുമ്പോട്ട് വളർന്നു വരണമെന്ന് ഞാൻ പറയുന്നത്. ചിലവ് ഡെയിലി വ്ളോഗ് ചെലവുണ്ട്. ബാലുശ്ശേരി ഉണ്ട്, ബാലുശ്ശേരി സ്പോൺസർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയാലോ? ഹോട്ട് ചോക്ലേറ്റ് നമുക്ക് എപ്പോഴും പോവാലോ. ഇപ്പം വേണം, ഇപ്പം പോവാം. ഫുള്ള് സെറ്റാ. എന്നാൽ എന്താ വിഷമം പറഞ്ഞു? വിഷമൊന്നുമില്ല, ഇപ്പൊ ഓക്കെ. അപ്പൊ ഫുള്ള് അങ്ങനെ തളരുന്ന കൂട്ടത്തിലല്ല. ശരി, ഇന്നത്തെ ഈദ് മുബാറക്കിന്റെ എന്താണ് ഈദിന്റെ ആഘോഷങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ ആഘോഷങ്ങൾ ഇന്ന് വൈബൊന്നുമില്ല, നാളെ കുറച്ച് വൈബുണ്ട്. പടകൊക്കെ വാങ്ങി വെച്ചേക്ക്. ചെലവെന്താ വേണ്ടി? എവിടെ പോയാലും ചെലവാ. മധുഹൂത്ത് മാറ്റ വേറെ എന്തെങ്കിലും ഇപ്പൊ സ്പോൺസർ കിട്ടുന്നതുകൊണ്ട് ചെലവെടുക്കാൻ പേടിയില്ല. രണ്ട് വാക്ക് യൂട്യൂബ് വ്ളോഗ് ശക്താക്കി. നമ്മള് യൂട്യൂബ് വ്ളോഗ് ശക്താക്കി. ഇതിനകത്ത് നമ്മളെ ഇൻസ്റ്റാഗ്രാം വ്ളോഗ് തുടങ്ങിയപ്പോ നിങ്ങൾക്ക് അതിനെ ഉണ്ടായിരുന്നത്. നിങ്ങളെ വെച്ചിട്ട് യൂട്യൂബ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. വളരെ നല്ല ഫ്രണ്ട്സ് വൈബ് വ്ളോഗാണ്. വളരെ നല്ലൊക്കെ ഒരു എന്തെങ്കിലും രണ്ടാൾക്ക് ആശംസ. എല്ലാവിധ പിന്തുണയും മിന്നാജിന് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് ചെയ്ത മാതിരി തന്നെ യൂട്യൂബിലും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വേറൊന്നുണ്ട്. അമ്മ പെർഫ്യൂമിന്റെ രണ്ട് വാക്ക് പറഞ്ഞോ? പെർഫ്യൂമിന് ഇപ്പൊ പറയില്ലേ? ഒരു ബിസിനസ്സുകാരാണ്. അയ്യോ, പടകം പൊട്ടിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകാംക്ഷയുടെ കൂടി പെരുന്നാൾ ആഘോഷം, ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള പെരുന്നാൾ ആഘോഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കമന്ററി ബോക്സിൽ ബാബു താങ്കളോടൊക്കെ ഉറപ്പ് 6 പൊട്ടുമെന്നാണ് ശ്യാം പറഞ്ഞിരിക്കുന്നത്.
പടകം പൊട്ടിക്കാണ് പൂനൂര് മൊഗായിക്കലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എത്ര എണ്ണം പൊട്ടും പൊട്ടില്ല എന്നൊന്നും അറിയൂല. ഞാനിത് എന്തോ തുറക്കാനൊക്കെ വലിയ കോമഡിയൊക്കെ ഞങ്ങൾ വരുന്ന പെട്ടി തുറക്കണോ? സംഭവമാണ് പെട്ടി ഫ്രണ്ട് ഇത് തുറക്കണം, അടുപ്പ് തുറക്കണം. പിടിച്ച് തുറന്നാൽ തൊഴിച്ചാലേ ഞാൻ വീഡിയോ എടുക്കണോ ഒന്ന് പിടിക്കണോ അല്ലെങ്കിൽ ശരി പടം കിട്ടിയിരിക്കുകയാണ്. ഹലോ വായിക്കല്ലേ നീ വലിയ മൂപ്പനായിപ്പോ ഇല്ലടാ. എടോ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് പൊട്ടിച്ച് തീർത്തിട്ട് എന്താ പറയുന്നത്? എന്നിട്ട് വരും. പുനുകല്ലാനോ? 2 പുഷപ്പ് അടിച്ച് ചെയ്ത് തരും. ആ മണ വീഡിയോ എടുത്തോളൂ. റിവീലിംഗ് പിന്നെ അനുമാനാ ശുക്രൻ അപ്പൊ നല്ല ഒട്ടോട്ടുണ്ടാവും. ലൈറ്റ് അടി അങ്ങനെ തന്നെ. ലൈറ്റ് അടിച്ചാടോ? ലൈറ്റ് ഒരു കയ്യിൽ ക്യാമറ ലൈറ്റ് അടിക്കുന്ന ഒരു കാഴ്ച. ചേട്ടാ എന്നെ കൊണ്ട് പറ്റി തോന്നില്ല. ലൈറ്റ് അടിക്കുന്ന കാഴ്ച ഏതാണ് കണ്ടത്? വലിയ അനീസ ഇതാണ് സാധനം കേട്ടോ. അല്ലടാ അതിൽ സാധനം പോവാ. എങ്ങനെ പോവുക? 2 2 എല്ലാരും ഫ്ലാഷ് അടിക്കും. ടൂക്കന്റെ കഷ്ടപ്പാടൊക്കെ നന്നായി കൊടുക്കട്ടോ. വ്യക്തികളോട് എന്താ ഇലക്ട്രോണിക്കോ? എത്ര പൊട്ടും ലാസ്റ്റ് എങ്ങനെ പൊട്ടും എല്ലാം പൊട്ടും. ഞാൻ പറയുന്നത് വിഷയല്ലടോ. ആടെ കൊടുത്ത് പോന്നാ ആടെ കിട്ടും. അടുത്തുമ്പോൾ അടിയിലേക്ക് എത്തുവാ. അതെ അനീസ് ഉദ്ഘാടനം കഴിക്കുകയാണ്. അനീസ കമ്പിത്തിരി കത്തിച്ചിട്ട് ഉണ്ടാക്കുന്നല്ലേ? കമ്പിത്തിരി വന്ന മൂപ്പര് അത് കമ്പിത്തിര വളവുണ്ടല്ലോ. ചരിഞ്ഞാണോ പോവുക? സ്നാപ്പ് എടുക്കട്ടെ. ചന്ദ്രനിലേക്ക് അയക്കാനുള്ളതല്ലേ? ചിക്കൻ ലൈറ്റ് ആണോ വണ്ടി? അവിടെ പാളിയോ? അപ്പൊ പാളൂല. അതാണ് ഒരാൾ ടോർച്ച് ഇറങ്ങി. ഇവിടെ ടോർച്ച് ഇത് ടൈറ്റ് അയക്കാൻ നോക്കിക്കേ. ചരിഞ്ഞൊക്കെ പോയി ഞാൻ പറയുന്നത് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേപ്പർ കത്തിച്ച് വെക്കുന്ന ഞാൻ കൊടുക്കാം. ഇത് വെച്ചിട്ടാ കൊടുക്കേണ്ടി. ഈ മയക്കമടി പൂത്തി വെച്ച് കൊടുക്കരുത്. പൂത്തിരി വെച്ചാ കൊടുക്കുക ആണോ? നായ തെറിക്കൂലേ? അങ്ങനെ അതിന്റെ നിബന്ധന മൂട് കഴിഞ്ഞോ സാധനം കഴിഞ്ഞോ? സാധനം കഴിഞ്ഞോ? കയ്യിലടോ എടാ വേഗം നോക്കാൻ പറയാ. നോക്കാൻ പറയാം. അതോ ബാബു പോയോ? എന്താകുമെന്നൊരു പിടുത്തൂല. ആ തണുക്കില്ല. എങ്ങനെയായിരിക്കും? അയ്യോ പേപ്പർ വെച്ചിടാ.
പേപ്പർ വെക്കണ്ടായിരുന്നാ ഞാൻ പറയുന്നത്. ആ തുടങ്ങി അങ്ങനെ ആകാംക്ഷയോട് കാത്തിരുന്ന അതെ അതെ. കൊടുത്തോ. വാവ് വിശായ കത്തിനെങ്കില് മൈക്കടിച്ചു മൈക്കടിച്ചു അല്ല അത് മാറ്റി കത്തിക്കുക, നമുക്ക് ചൂടായിട്ടുള്ളൂ അടുത്തേ കത്തു. വീഡിയോ എടുത്തവർക്ക് കിട്ടിക്കല്ലേ സാധനം പാർക്കാക്കുമ്പോഴേക്ക് ഇത് പോട്ടു. അതെ ബൈക്ക് മേലോട്ട് എറിയാ തീരാനാമോ മേലോട്ട് എറിയടോ മേലോട്ട് എറി. അത് മെൻഷനായിട്ടോ അല്ല സംഭവമാണെങ്കിൽ എന്നിട്ട് നോക്കാം. 30 ഒരു ഷോട്ട് കൂടി ഉണ്ടാടാ. എത്ര അതെ അതെ സമ്മം കിടിക്കില്ലേ. പെരുന്നാൾ പടക്കം മെച്ച പൈസ ഉണ്ട് പൈസ കൊടുത്താലും മുതലായി. അതെ അനീസ് എങ്ങനെ ഉണ്ടായിരുന്നു പടക്കം? വളരെ 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 നല്ലതായിരുന്നു. പാപ്പിച്ചയും കണ്ണിലുണ്ണിയാണ്. 4 അവിടെ പോയി. ഇനി വേറൊന്നുണ്ട്. ഇത് നമ്മള് സ്റ്റാർട്ടിങ് ആണ്. അടുത്തല്ല നമ്മള് മൈക്കൊടി അടുത്തല്ല നമ്മൾ എന്ത് ചെയ്യും? ഇറ്റാലൊരു 10 പെട്ടിയാവും. ഉഷാറാകും. ആ ചെറിയ ചെറിയ വെടിക്കെട്ട്, ചെറിയ വെടി വലിയ വെടി അല്ലേ? ഇങ്ങനെ ഫോണും പിടിച്ചിങ്ങനെ ഫോണൊക്കെ പിടിച്ചിങ്ങനെ സാധനം പൊട്ടിക്ക. എന്നിട്ട് ഇയാളാ പിന്നെ വേരോട്ട് വെക്കുന്ന ഫോണ്. ഇവനേതാ അത്? അടുത്തല്ല മുതൽ നമ്മള് സെറ്റ് ആകും അല്ലേ? അടുത്തെല്ലാം പൊട്ടിക്കും. അതെ വലിയ മാഷുണ്ട്, പക്ഷെ മക്കളെ ബുദ്ധി പോലും ഇല്ല അല്ലേ? ശരിയാവും. അടുത്ത കേട്ടിട്ട് എഴുതുന്നുണ്ട്. അതെ അതിന് ശരിയാവുണ്ടാവും.